വയനാട് ദുരന്ത സഹായത്തിന് നവംബർ 13-ന് മാത്രമാണ് സഹായം ആവശ്യപ്പെട്ടുള്ള വിശദ റിപ്പോർട്ട് കേരളം കൈമാറിയത് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറയുന്നു. വയനാട് MP പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യമുള്ളത്. ഈ റിപ്പോർട്ട് മന്ത്രിതല സമിതി പരിശോധിച്ചു വരികയാണെന്നും അമിത് ഷാ അറിയിച്ചു. അതേസമയം ഇത്തരത്തിലുള്ള ന്യായങ്ങളല്ല, അടിയന്തര സഹായമാണ് വയനാട്ടുകാർക്ക് വേണ്ടതെന്ന് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ പ്രതികരിച്ചു. ബി ബാലഗോപാലും പ്രശാന്ത് കൃഷ്ണയും വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ആദ്യം നമുക്ക് ബാലുവിലേക്ക് പോകാം. അതെ ബാലു, നവംബർ 13-നാണ് കേരളം റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നുള്ള കാര്യം അമിത്ഷാ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ ഉൾപ്പെടെ അറിയിച്ചിരിക്കുകയാണ്. അതായത് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന തലത്തിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആ രീതിയിലൊരു ചർച്ചകൾ മുന്നോട്ട് പോകുന്ന തരത്തില് മാത്രം കുറ്റപ്പെടുത്തുന്ന കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തുന്നതല്ല, അതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് അലംഭാവം ഉണ്ടായിട്ടുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? അക്ഷയ, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ ഒരു വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ അമിത്ഷാ ഈ പ്രിയങ്ക ഗാന്ധിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ദുരന്തമുണ്ടായി ഏതാണ്ട് 3.5 മാസങ്ങൾക്ക് ശേഷമാണ് ഈ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വിശദ റിപ്പോർട്ട് സംസ്ഥാനം കേന്ദ്രത്തിന് കൈമാറിയിരിക്കുന്നത് എന്നാണ് അമിത്ഷാ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു വലിയ ഒരു കാലതാമസം, അതായത് നീതീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു കാലതാമസം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നും അമിത്ഷാ ഈ മറുപടി കത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കത്തിൽ അദ്ദേഹം തുടർന്ന് പറയുന്നത് സമീപകാലത്താണ് 2219 കോടി രൂപയുടെ സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വിശദമായ റിപ്പോർട്ട് സംസ്ഥാനം കേന്ദ്രത്തിന് കൈമാറിയിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ പാർലമെന്റിൽ നൽകിയിരുന്ന മറുപടിയിൽ നവംബർ 13 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയിരിക്കുന്ന കത്തിൽ സമീപകാലത്താണ് ഇത്തരത്തിലൊരു ഈ വിശദമായ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത് എന്നാണ് ഇതിൽ വിശദീകരിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ട് നിലവിൽ വിവിധ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥരടങ്ങുന്ന സമിതി പരിശോധിച്ചു വരികയാണെന്നും അതിൽ വൈകാതെ തീരുമാനമുണ്ടാകുമെന്നുമാണ് അമിത്ഷാ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നേരത്തെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 31-നും അതുപോലെ തന്നെ സെപ്റ്റംബർ 1-നുമായി 145.6 കോടി വീതം ഈ 2 ദിവസങ്ങളിലായി സംസ്ഥാന സർക്കാരിന് അഡ്വാൻസ് തുക, അതായത് ഈ ദുരന്തം നേരിടുന്നതിനുള്ള അഡ്വാൻസ് തുക എന്ന നിലയിൽ കൈമാറിയിട്ടുണ്ടോ എന്നും സംസ്ഥാന സർക്കാരിന്റെ പക്കൽ 782.99 കോടി രൂപ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ ഉണ്ട് എന്നും അമിത്ഷാ ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എപ്പോഴായിരിക്കും സംസ്ഥാനത്തിന് ഈ തുക നൽകുക, അല്ലെങ്കിൽ എത്ര തുക നൽകും എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയ കത്തിൽ അമിത്ഷാ പറഞ്ഞിട്ടില്ല. ഏതായാലും ഈ കത്തിന് രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അവർ എക്സിൽ കുറിച്ചിരിക്കുന്നത് ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് വയനാട്ടിലെ ജനങ്ങൾ കാണുന്നത്. അവർക്ക് മുന്നിൽ മുടന്തൻ ന്യായങ്ങളല്ല വയനാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യം, മറിച്ച് അവർക്ക് അടിയന്തര സഹായമാണ് ആവശ്യമെന്നും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെതിരെ മുന്നോട്ട് കൊണ്ടുവരുവാനാണ് ഇപ്പോൾ കോൺഗ്രസ് MP മാരും മറ്റും തീരുമാനിച്ചിട്ടുള്ളത്.